Focus. Presented by Happyland Focus. Powered by Shifa Al Babadi Medical Company. Co-presents Ahilya School of Engineering and Technology. Co-powered by Club Travelage. This program is brought to you by V-Decor Trading and Contracting Company. ഇന്നിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ നാളെയെക്കുറിച്ച് അറിയാനുള്ള ഒരു വഴിയാണ് അത്. ഫോക്കസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ നമസ്കാരം. അഹില്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഹില്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറും അഹില്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ, ശരിക്കും ഇനി ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളതിന് കേരളത്തിൽ എത്രമാത്രം സ്കോപ്പ് ഉണ്ടാവും? സർക്കാർ ജോലിയുടെ സാധ്യത കേരളത്തിൽ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അതൊരു ചോദ്യചിഹ്നമായി ഇനി വളരെ നാൾ നിലനിൽക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എല്ലാവർക്കും കേരള സർക്കാരിൻ്റെ ഒരു ജോലിയായിരുന്നു അവരുടെ സങ്കല്പത്തിലുള്ളത്. അത് ഒന്നിൽ PWDയിൽ, അല്ലെങ്കിൽ KSRTCയിൽ, അല്ലെങ്കിൽ ഇറിഗേഷൻ അല്ലെങ്കിൽ KSEBയിൽ, അല്ലെങ്കിൽ പോർട്ടിൽ, ഇങ്ങനെയൊക്കെയുള്ള ജോലികളായിരുന്നു എല്ലാവരുടെയും. ഇന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാളും അങ്ങനെ ഒരു ജോലി സ്വപ്നം കാണാറില്ല. കാരണം അന്ന് പഠിക്കുന്നവരുടെ എണ്ണം കുറവായിരുന്നു. എന്നേക്കാൾ കുറച്ചുകൂടെ മുമ്പ് പഠിച്ചിരുന്നവർക്കൊക്കെ അവർ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ സർക്കാരിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ അവർക്ക് കിട്ടുമായിരുന്നു. അവരുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു ഇൻ്റർവ്യൂവും കൂടാതെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ഒരു ഫ്ലോട്ടിംഗ് ഇക്കോണമിയാണ്. ഇതുവരെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു നിർത്തിയിരുന്നത് വിദേശത്തുനിന്ന് കേരളത്തിലേക്ക് വരുന്ന പണമാണ്. അതിന് കാരണം ഏകദേശം 35 ലക്ഷത്തോളം മലയാളികൾ ഗൾഫിൽ തന്നെയുണ്ട്. അതുപോലെ 30 ലക്ഷത്തിന് മേലെ മലയാളികൾ മറ്റിതര സ്ഥലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് അവരുടെയൊക്കെ വരുമാനം നാട്ടിലേക്ക് വരുമായിരുന്നു. കാരണം അവരൊക്കെ ജോലി കാലാവധി കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരായിരുന്നു. ഇന്നത് മാറുകയാണ്. ഇന്ന് വിദേശത്തേക്ക് പോകുന്നവരാരും തന്നെ തിരിച്ചിങ്ങോട്ട് വരാനോ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാനോ ഉദ്ദേശിക്കുന്നവരല്ല. അതുകൊണ്ട് അവർക്ക് അവിടെ കിട്ടുന്ന വരുമാനം അവിടെ ചെലവിട്ട് അവിടെ സുഭിക്ഷമായിട്ട് ജീവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഗവേൺ ചെയ്യാനുള്ള എക്സ്പെൻസസ് നമ്മൾ കട്ട് ഡൗൺ ചെയ്യണം. നമുക്ക് ഭരിക്കാനുള്ള ചിലവുകൾ കുറച്ചേ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, പറ്റാവുന്നത്ര മേഖലകളിലേക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, അതായത് പൊതു സ്വകാര്യ സംഗമം അല്ലെങ്കിൽ സഹകരണം, അത് നമുക്ക് ഇല്ലാതെ ഇനി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ആത്യന്തികമായിട്ട് എന്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ ഡിജിറ്റലൈസേഷൻ്റെ യുഗമാണ്. പല ഭാഗത്തും ഹ്യൂജായിട്ടുള്ള കൂടുതൽ വേണ്ടി വരുന്ന മാൻ പവർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ജോലിക്കാരെ പരമാവധി കുറച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ സാങ്കേതികവിദ്യയെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഭരണ സംവിധാനത്തിലേക്ക് എല്ലാ സർക്കാരുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിനും അത് മാറേണ്ടി വരും. അതുകൊണ്ട് സർക്കാർ ജോലികൾ എന്നുള്ളത് പതുക്കെ ഇനി ഒരു മരീചികയാവും. ഒന്ന്. രണ്ടാമത്, സർക്കാർ ജോലിയോടുള്ള താല്പര്യവും കുറഞ്ഞു വരികയാണ്. പണ്ടൊക്കെ സർക്കാർ ജോലി കിട്ടിയ തിരുവിതാംകൂർ ഭാഗത്തൊരു ചൊല്ലുണ്ടായിരുന്നു, ശ്രീപത്മനാഭൻ്റെ 4 ചക്രം വേണം എന്നുള്ളത്. അത് ഇന്ന് സ്വാഭാവികമല്ല. കാരണം ഈ ശ്രീപത്മനാഭൻ്റെ ചക്രം കിട്ടുന്നവർക്ക് അന്ന് സമൂഹത്തിൽ വലിയ മൂല്യമായിരുന്നു. വിവാഹ മാർക്കറ്റിലൊക്കെ സർക്കാരിലൊരു പ്യൂണാണെങ്കിൽ കൂടിയും വലിയ മാർക്കറ്റായിരുന്നു, ഒരു വലിയ ബിസിനസ്സുകാരനേക്കാളും. അപ്പോൾ ഇന്നത് മാറുകയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇതൊന്നും അല്ല എന്നുള്ളൊരു ബോധം സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആരോഗ്യമുള്ള കാലത്ത് ജോലി എടുക്കുക, അത് ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. സർക്കാർ ജോലിക്കുണ്ടായിരുന്ന ഒരു അട്രാക്ഷൻ പെൻഷനാണ്. ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ 56 വയസ്സിൽ ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ 30-40 വർഷം വരെ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സങ്കല്പം ഇല്ലാതാവും. എന്ന് മാത്രമല്ല, ഇപ്പോൾ സർക്കാരിലും ആ ഒരു പെൻഷൻ ഇല്ല. സർക്കാരിലിപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷനാണുള്ളത്. അത് വളരെ തുച്ഛമായി കിട്ടുള്ളൂ. ഇനിയും പഴയ രീതിയിലുള്ള പെൻഷൻ പദ്ധതി കൊണ്ടുവരാൻ സർക്കാർ വീണ്ടും ആലോചിക്കുന്നു കേട്ടു. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാണെന്നുള്ളൊരു സംശയമുണ്ട്. കാരണം അതിന് കൊടുക്കാനുള്ള പണമൊന്നും സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് സർക്കാർ ജോലി 2-3 മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകണം. ഒന്ന്, സർക്കാർ ജോലിയുടെ ആകർഷണീയത കുറഞ്ഞു. 2, സർക്കാർ ജോലിക്ക് കിട്ടാൻ ഉള്ള സാധ്യത വളരെ കുറഞ്ഞു. 3, ഇപ്പോൾ എല്ലാ രംഗത്തും താൽക്കാലിക ജോലിക്കാരെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള PSC പോലുള്ള സ്ഥാപനങ്ങളുടെ റെലവൻസ് കൂടി കുറവാണ്. ഇതിനകത്ത് ഭരണകക്ഷികളുടെ രാഷ്ട്രീയ അതിപ്രസരം എല്ലായിടത്തും സംഭവിക്കാറുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ അത് കണക്കിലെടുത്താൽ കൂടി അവർക്ക് ആർക്കും സ്ഥിരമായ ജോലികൾ കൊടുക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല എന്നുള്ള വസ്തുത. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ കേരളത്തിൽ നിന്നൊരു എക്സോഡസ് ഉണ്ട്, ഒരു കൂട്ടപ്രയാണം.
അന്യനാടുകളിലേക്ക്. കാരണം ഇവിടുത്തെ സർക്കാർ ജോലിയെ കാത്തിരിക്കുന്നവർ വളരെ എണ്ണത്തിൽ തുച്ഛമാണ്. എന്നാൽ ചിലർ വർഷങ്ങളോളം സർക്കാർ പരീക്ഷകൾക്ക് വേണ്ടി, അത് കേരള PSC UPSC പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്ത് വർഷങ്ങളോളം ചിലവിട്ടിട്ട് അവസാനം അത് കിട്ടാതെ നിരാശരായി പോകുന്ന, നിരാശരാകാമെന്ന് മാത്രമല്ല, ഇപ്പോൾ പോലീസിൻ്റെ ലിസ്റ്റിൽ വരുന്നവർ, UD ക്ലർക്കിൻ്റെ ലിസ്റ്റിൽ വരുന്നവർ, ഇവരൊക്കെ കൂട്ടത്തോടെ സർക്കാരിനെതിരെ സമരമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ ധർണയിരിക്കേണ്ടി വരുന്ന കണ്ടീഷൻ കേരളത്തിലുണ്ടാകുന്നുണ്ട്. ഇത് എത്ര കാലത്തേക്ക് ഇങ്ങനെ തുടരുമെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, എല്ലാ കാലത്തും തൊഴിൽ ദാതാവായിട്ട് നിലനിൽക്കാൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിയില്ല. ഇന്ത്യയിൽ മാത്രമേ ഈ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടുള്ളൂ. മറ്റ് രാജ്യങ്ങളിലൊന്നും സർക്കാർ ഒരു തൊഴിൽ ദാതാവല്ല. എന്തിന് US മുതലുള്ള വളരെ വികസിതമായ രാജ്യങ്ങളിൽ സർക്കാർ തൊഴിൽ ദാതാവ് അല്ലെന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ ജോലികൾ കൂടി പ്രൈവറ്റ് സ്ഥാപനങ്ങളെയാണ് അവർ ഏൽപ്പിക്കാറ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ചെയ്യേണ്ട ജോലികൾ കൂടി സർക്കാർ ചെയ്യുന്ന ഒരു സ്ഥിതി ഒരു കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അത് മാറി വരികയാണ്. അപ്പോൾ മാറുന്ന സാമൂഹിക വ്യവസ്ഥിതിക്കനുസരിച്ച് മാറ്റമില്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അത് മാറ്റം തന്നെയാണ്. അതുകൊണ്ട് ആ മാറ്റത്തെ നമ്മൾ സ്വാംശീകരിക്കാൻ തയ്യാറാകണം. എന്നാൽ മാത്രമേ കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. സാർ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഒറ്റ ഫാക്റ്റ് വെച്ചിട്ട് തന്നെ ആയിരിക്കാം ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ സർക്കാർ ജോലിയിലേക്ക് പോകുന്നത്. എന്തായാലും സാർ ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈം നമ്മളുമായി സ്പെൻഡ് ചെയ്തതിൽ. താങ്ക് യു. നന്ദി. Ahalya, Kerala's largest EduHealth campus, offers various UG and PG courses. Ahalya, a place for quality learning. ആഘോഷവേളകൾ മനോഹരമാക്കാൻ ഉചിതമായൊരു സ്ഥലം തേടുകയാണോ നിങ്ങൾ? എങ്കിൽ ഇനി ഒട്ടും ആലോചിക്കേണ്ട. വിപുലമായ സൗകര്യത്തോടെ ലോറൽ ഗാർഡൻ ഒരുങ്ങിക്കഴിഞ്ഞു. 1500-ലധികം പേരെ ഉൾക്കൊള്ളാവുന്ന വിശാല സ്ഥല സൗകര്യം, 150-ലധികം കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യം, 500ഓളം ഡൈനിങ് കപ്പാസിറ്റി, 12-ലധികം ടോയ്ലറ്റുകൾ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ലോറൽ ഗാർഡനിൽ ലഭ്യമാണ്. വിവാഹം, വിവാഹ വാർഷികം, ബർത്ത്ഡേ പാർട്ടി തുടങ്ങി എല്ലാ വിരുന്നുകൾക്കും സൽക്കാരങ്ങൾക്കും ആവശ്യമായ ഓഡിറ്റോറിയം, ഡൈനിങ് ഏരിയ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആനന്ദിക്കാൻ ഗ്ലാസ് ബ്രിഡ്ജ്, ഗെയിം സോൺ, വ്യൂ പോയിന്റ്, പ്ലേയിങ് ഏരിയ, സ്വിമ്മിംഗ് പൂൾ, പ്രീമിയം റെസ്റ്റ് റൂം, സെൽഫി കോർണർ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകളെ എന്നെന്നും സ്മരണീയമാക്കാൻ ഒരുപിടി സൗകര്യങ്ങളുമായി ലോറൽ ഗാർഡൻ ഒരുങ്ങിക്കഴിഞ്ഞു. ബുക്കിംഗിനും മറ്റു വിവരങ്ങൾക്കുമായി വിളിക്കൂ 9746805754. ലോറൽ ഗാർഡൻ, ആഘോഷങ്ങൾ എന്നും മനോഹരമാകട്ടെ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. യെസ്, അപ്പോൾ നമ്മളിങ്ങനെ AK ഹൈപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ നടന്ന് കാണുന്നതിനിടയിൽ നമ്മൾക്ക് ഇവിടുത്തെ കുറച്ച് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മളടുത്ത് ഷെയർ ചെയ്യാനായിട്ട് 2 താത്ത കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ പറയൂ, എന്താണ് പേര്? ജസീറ. ഹസീന. എവിടെ നിന്നാണ് വരുന്നത്? വെട്ടിച്ചിറ. 2 പേര്. ഓക്കെ, ഫൈൻ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്? ഹൗസ് വൈഫാണ്. ഞാൻ MSc ഫുഡ് ടെക്നോളജി കഴിഞ്ഞു. ഓക്കെ, ഫുഡ് ടെക്നോളജി കഴിഞ്ഞ ഒരു വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഉഷാറാണ്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. ഞങ്ങൾ മാളിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഇവിടെ വന്നപ്പോഴും ഉഷാറാണ്. തിരൂര് നമുക്കൊരു AK ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ടുണ്ടോ? ഇല്ല, അവിടെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് അപ്പോൾ ഇവിടെ വരുന്നത്? നമ്മൾ പോക്കുണ്ട്, യാറ അവിടെയൊക്കെ പോക്കുണ്ട്, വളാഞ്ചേരി അവിടെയൊക്കെ പോക്കുണ്ട്. അവിടെ അതിന് ഇതായിട്ട് ഇവിടെ ഓഫർ, ഇപ്പോൾ ഇന്ന് ഇവിടെ നിന്നപ്പോൾ ഓഫറൊക്കെ ഉണ്ട്. നമ്മൾ പുറത്ത് സാധനങ്ങൾ വാങ്ങണക്കാട്ടി പഞ്ചസാര, മല്ലി, മുളക് അങ്ങനെ സംഭവങ്ങൾക്കൊക്കെ ഓഫറുണ്ട്. നല്ല ഓഫറാണ്. അപ്പോൾ എന്തുകൊണ്ടും പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാൾ സുഖം ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് എല്ലാ സാധനങ്ങളും ഒരു ഇതിലാക്കിയിട്ട് നമുക്ക് പോവാം. അവിടുന്ന് പുറത്തുനിന്നാകുമ്പോൾ പച്ചക്കറി വേറെ, പലചരക്ക് വേറെ, അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാം വാങ്ങിച്ചിട്ട് പോവാം. എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഇന്ന് സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓക്കെ, കുറവാണ്, നമുക്ക് ഓക്കെയാണ്, കുറവാണെന്ന്. ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം AKയുടെ ഒരു മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസിങ് വളരെ കുറവാണ്. നമ്മുടെ തിരൂര് ഹൈപ്പർ മാർക്കറ്റൊക്കെ അങ്ങനെയാണ് ആളുകൾ പറയുന്നത്, ഞാനല്ല, ഇതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടും എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടും AKയിൽ വരാനുള്ള ഒരു തീരുമാനമുണ്ട്? ഉണ്ട്. നമ്മൾ വെട്ടിച്ചിറല്ലേ, പുത്തനത്താണി, എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു മാള് വന്നതിൽ സന്തോഷമുള്ളൂ. എന്തായാലും വരും. ഇവിടെ അപ്പുറത്ത് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു. അത് കണ്ടപ്പോൾ കൊതിയൊക്കെ ഉണ്ട്, കൊതി വന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വിടാനാണോ? അതെ. അപ്പോൾ 2 പേര് മാത്രമേ വന്നുള്ളൂ, എല്ലാ ഫാമിലി? നമ്മളൊന്നും കൂടെ വൈകുന്നേരം വരുന്നുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ വന്നതിന് ശേഷം ഫുഡൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഒന്നും കൂടെ വരും. അപ്പോൾ ഇവിടെ ചില്ലറക്കാരല്ല, രാവിലെ ജസ്റ്റ് മോളൊന്ന് അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് ഒന്ന് കാണാൻ, പരിചയപ്പെടാൻ, ഉദ്ഘാടനമൊക്കെ അല്ലേ? വൈകുന്നേരം ഒന്നും കൂടെ വരും.
അല്ലേ എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഫാമിലിയെയും കൊണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ ഒന്നും കൂടെ വരാനുള്ള പ്ലാനാണ്. എന്താണ് ഒന്നും കൂടെ വരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു മോട്ടീവ്? ഫുഡ് കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് അപ്പോൾ കുട്ടികളെയും കൊണ്ട് വന്നിട്ട് വൈകുന്നേരം ഒന്നൊന്ന് കഴിക്കണം. പിന്നെ ബാക്കി ഫുള്ള് സംഭവം കണ്ടിട്ടില്ല, അതൊക്കെ വന്ന് കാണണം. ബാക്കി സാധനങ്ങൾ വാങ്ങണം ഒക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് വന്നാൽ ശരിയാവില്ല, എല്ലാവരും കൂടെ വന്ന് കുട്ടികൾക്കും കൂടെ ഉള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കും കൂടെ ഉള്ളതും കൂടെ ഒക്കെ നോക്കിയിട്ടൊന്ന് വാങ്ങണം. നമ്മൾ പിന്നെ ഒരുപാട് നാളായി ഇത് വരുന്നുണ്ട് അറിഞ്ഞാണ് നമ്മൾ കാത്തിരിക്കൽ തുടങ്ങിയിട്ട്. ഇവരൊക്കെ മുൻപേ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മൾ മുൻപേ അറിയാത്തത്. അപ്പോൾ പുത്തനത്താണിക്കാർ എന്ന നിലയ്ക്ക് എന്ത് തോന്നുന്നു? ഒരു അഭിമാന നിമിഷമാണോ? അഭിമാനമാണ് നമുക്ക്. എന്താ വെച്ചാൽ ഒരുപാട് അതൊന്നും ഇല്ലല്ലോ ഇവിടെ, കൊട്ടക്കലായാലും ഇല്ല, ഒന്നുമില്ല, അത്ര ഒരു വലിയൊരു ഇത്. അപ്പോൾ നമുക്ക് അഭിമാനം തന്നെയാണ് എന്തായാലും. പുത്തനത്താണിയിൽ നിന്ന് വളാഞ്ചേരി വരെ പോയിട്ട് നമ്മുടെ മാളുകളിലൊക്കെ പോയി വാങ്ങുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ്. നമുക്ക് വെട്ടിച്ചേർന്ന് പുത്തനത്താണി വരാറ്റേക്കും സുഖമാണ്. ഒന്നും കൂടെ യാറാമണ്ണക്കാളൊക്കെ ഒന്നും കൂടെ ഒരു മെച്ചപ്പെട്ടതായിട്ടാണ് നമുക്ക് നോക്കി എല്ലാ സാധനങ്ങളും കുറച്ചും കൂടി വേണമെന്ന് തോന്നി. ബാക്കിയുള്ളതിലൊന്നും കുഴപ്പമില്ല. ശരി. അപ്പോൾ എന്തായാലും കുട്ടികളെയും കൊണ്ടൊക്കെ വൈകിട്ട് വരിക, ഉഷാറാക്കുക, ഫുഡൊക്കെ കഴിക്കുക, അടിപൊളിയാക്കുക. ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി കുട്ടികളെയും കൊണ്ട് വന്നിട്ട് ബാക്കി പർച്ചേസിംഗ് ഒക്കെ നടത്താനുള്ള പ്ലാനാണ്. എന്തായാലും ഇവർ കുറച്ചൊന്ന് ചുറ്റി കാണട്ടെ, എന്നിട്ട് വേണം കുട്ടികളെയും കൊണ്ട് അവർക്കൊരു ഗൈഡൻസ് ഒക്കെ കൊടുക്കുക, അല്ലേ? ഇന്ന സാധനം ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. എന്തായാലും ഇത്രയും സമയം നമ്മുടെ അടുത്ത് ചിലവഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ വൈകിട്ട് ഒന്നും കൂടെ വരും. ഓക്കെ, എന്തായാലും ഇനിയും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം, കേൾക്കാം. അതുവരെയും ദിസ് ഇസ് മിഥിൽ ഷനാസ് സൈനിങ് ഓഫ്. ബൈ. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും അടുത്തറിയാമെന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ചെങ്ങന്നൂരുള്ള സുനിൽ സി തോമസ് സാറിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് UAE-യിൽ തൻ്റേതായിട്ടുള്ള സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. മാത്രമല്ല സ്വന്തമായിട്ട് നമ്മളുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഉണ്ട്. സോ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേർണി എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ വരും. വെൽക്കം സർ. താങ്ക് യു സാർ. എന്തായാലും ജീവിതത്തിൻ്റെ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ താണ്ടിയാണ് UAE-യിൽ ചെന്ന് സാറിൻ്റേതായിട്ടുള്ള ഒരു ഇടം കെട്ടിപ്പൊക്കിയതൊക്കെ തന്നെ. സോ ആ ഒരു അനുഭവം എന്തൊക്കെയാണ്? ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് എന്നുള്ള ആ ഒരു ജേർണി നമ്മളുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഞാൻ ചെങ്ങന്നൂർ നിവാസിയാണ്. ചെങ്ങന്നൂരിൻ്റെ അടുത്ത് ഒരു ചെറിയ ഗ്രാമമാണ്, പഞ്ചായത്താണ് പുലിയൂർ ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ അകത്തെ ഒരു നിവാസിയായിരുന്നു ഞാൻ. ഏതാണ്ട് 1973 സെപ്റ്റംബർ 25-ാം തീയതിയാണ് എൻ്റെ ജനനം. എൻ്റെ അപ്പനും അമ്മയും, അപ്പൻ ഒരു സാധാ കർഷകൻ വിത്ത് ഡ്രൈവറായിരുന്നു, അമ്മ ഹൗസ് വൈഫായിരുന്നു. ഞാൻ പമ്പ കോളേജ് മാന്നാർ, എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കാം. ആ കോളേജ് BA എക്കണോമിക്സിന് 1 ഇയർ പോയി. അങ്ങനെ അവിടെ 1 ഇയർ പൂർത്തീകരിക്കുമ്പോഴത്തേന് ഫാദറിന് വീണ്ടും കടബാധ്യതകളും പ്രാരാബ്ധവും കാര്യങ്ങളുമായിട്ട് എന്നെ പഠിപ്പിക്കാൻ ഒരു നിർവാഹമില്ലാതെ മുമ്പോട്ട് പോകേണ്ടി വന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് എൻ്റെ ഒരു കസിൻ ബ്രദറ് ഇവിടേക്ക് കടന്നു വരികയാണ്. അവധിക്ക് വന്നതാണ്. അവരെ കസിൻ ബ്രദറും വൈഫും സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ അവരുടെ കൂടെ ഞാൻ പോവുകയും അവിടെ തന്നെ DAB കോളേജ് എന്ന് പറയുന്ന ഒരു വലിയ കോളേജ്, UP-യിലെ ഏറ്റവും വലിയ കോളേജ്, ഐ തിങ്ക് സ്വാമി വിവേകാനന്ദനാൽ നിർമ്മിതമായ കോളേജ്. ഗ്രാജുവേഷന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ദിവസം ഒരു ടെലിഗ്രാം ഐ തിങ്ക് വരിക, അമ്മ ഈ സീരിയസ്, കം ഫാസ്റ്റ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ അവിടെ എൻ്റെ കസിനോട് ധരിപ്പിക്കുകയും ഞങ്ങൾ അവിടുന്ന് ഉടനെ തന്നെ ഞാൻ വരികയും, എൻ്റെ പൈസ ഒന്നുമില്ല, കസിൻ്റെ നിന്ന് കടം വാങ്ങിച്ചിട്ട് വരികയും ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുവാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ നമുക്ക് കിട്ടുന്ന 50 രൂപ 100 രൂപ പലയിടത്തും, എല്ലായിടത്തും സാറേ എന്നുള്ള വിളി കേൾക്കും. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്നില്ലെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർ കൂടെ ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾ രണ്ടും കൂടെ ഒരു കൊട്ട മീൻ ആദ്യമായിട്ട് എടുത്തു. ആ മീനും കൊണ്ട് നടന്ന് വിൽപ്പന നടത്തി. വൈകുന്നേരം ആയപ്പോഴത്തേന് ഏതാണ്ട് 10,500 രൂപ പോക്കറ്റില്ല. ഇന്നത്തെ 1500 അല്ല, അന്നത്തെ 1500. പിന്നെ ഞാനോർത്ത് ഇതൊരു വലിയ ട്രേഡ് മാർക്കറ്റാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അപ്പോൾ വീണ്ടും എൻ്റെ അച്ഛൻ്റെ ഏറ്റവും സ്നേഹിതൻ, വലിയൊരു സാമ്പത്തികമായിട്ട് വളരെ ഉച്ച ശ്രേണിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പുള്ളിയും UAE ബേസാണ്. പുള്ളിക്കാരൻ ഇത് കണ്ടിട്ട് ഒരിക്കലും സഹിക്കാൻ പറ്റിയിട്ടില്ല. പുള്ളി
ഇതറിഞ്ഞു 2 ദിവസത്തിനകം എനിക്കൊരു വിസ കൊണ്ട് വന്നിട്ട് എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കുകയും എന്നെ വിളിച്ച് സഹായിക്കുകയും ഇന്ന് തന്നെ കയറിപ്പോകാൻ പറയുകയും ചെയ്തു. അങ്ങനെ 1996 ഞാൻ യു എയിലേക്ക് കടന്നുപോയി. ആദ്യമൊക്കെ അക്കൗണ്ട് അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റിലേക്കായിരുന്നു എന്നെ കൊണ്ടുപോയത്. അന്ന് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കമ്പനിയിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത വകയിൽ ഒരു 65,000 റൂപീസ് തരാനുണ്ടായിരുന്നു. തൃശ്ശൂരുകാരനായിരുന്നു. പുള്ളി പറഞ്ഞു, സുനിൽ ഭായി എൻ്റെ ആകെ കുറച്ച് മിഷനറി ഉണ്ട്, അത് നീ വേണമെങ്കിൽ എടുത്തു. ഞാൻ എൻ്റെ മുതലാളിയോട് ചോദിച്ചു. മുതലാളി പറഞ്ഞു, ഞാൻ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നീ എനിക്ക് പൈസ തരുക. അങ്ങനെ ഞാൻ എല്ലാ മാസവും മുതലാളിക്ക് ഈ പൈസ ഷെയർ ചെയ്ത് കൊടുത്തു. എൻ്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് 50% ആയി സാലറിയിൽ നിന്ന്. ഇങ്ങനെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഈ സാധനം കൊണ്ടുവന്നിട്ട് വേറെ എൻ്റെ ഒരു സുഹൃത്ത്, ഷാർജയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഗോഡൗണിൽ കൊണ്ടുവന്ന് ചുമ്മാതിട്ടു. പക്ഷേ അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പിന്നെ ഞാൻ സ്റ്റഡി ചെയ്ത് ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ അതായിരുന്നു ഷാർജയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഐഡിയൽ സൺ അല്ലെങ്കിൽ ഐഡിയൽ ഗ്രാഫിക്സ് എന്ന പ്രസ്ഥാനം ഷാർജയിൽ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു യൂണിറ്റായി ഐഡിയൽ ഗ്രാഫിക്സ്. സെക്കൻഡ് യൂണിറ്റ് ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രിൻറ്റിംഗ് പ്രസ് വേണം. അൽബാസിൽ പ്രിൻറ്റിംഗ് പ്രസ് LLC എന്ന് പറഞ്ഞൊരു കമ്പനി ഞങ്ങൾ ബൈ ചെയ്തു. അവിടുന്ന് പിന്നെ ഞാൻ വേറെ ഒരു യൂണിറ്റ് തന്നെ തുടങ്ങി, അൽബസ്മ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞത്. അത് സെയിം നമ്മുടെ ഐഡിയൽ ഗ്രാഫിക്സിൻ്റെ ഒരു സിസ്റ്റർ കൺസേണ്. അവിടുന്ന് പിന്നെ അൾറോള ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഒരു ഫേമിനെ അത് 1970-ലോ 75-ലോ എങ്ങാണ്ട് രൂപീകരിച്ച ഒരു കമ്പനിയാണ്. ആ ലൈസൻസിൻ്റെ പേര് ഞാൻ പർച്ചേസ് ചെയ്തു, വലിയ എമൗണ്ടൊക്കെ കൊടുത്തു. പക്ഷേ കസ്റ്റമറോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അൾറോള ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായി. പിന്നെ അവസാനം ഇപ്പം ഞാൻ ഈ കണക്ക് കൂട്ടുന്ന സമയത്ത് നോക്കുമ്പോഴത്തേന് ഏതാണ്ട് 20 മില്യൺസിൻ്റെ ബാധ്യതയാണ്. നമുക്ക് വേറെ ഒരു പാർട്ണറില്ല. ലയബിലിറ്റീസ് ഓരോ ദിവസം പെരുകിക്കൊണ്ടിരിക്കുക. ഇമ്മീഡിയറ്റായിട്ട് കോവിഡും അഫക്റ്റ് ചെയ്തു. കോവിഡ് കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കംപ്ലീറ്റ് 5 കമ്പനീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവസാനമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് കയറുമ്പോൾ എനിക്ക് ദുബായ് 2020 ജോബ്സ് കിട്ടുക. ദുബായ് 2020 അറിയാമല്ലോ, വേൾഡിലെ ഏറ്റവും വലിയ എക്സിബിഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് എനിക്ക് അവസരങ്ങൾ ലഭിക്കുകയും ഞാനത് ചെയ്യുകയും അതിൻ്റെ അച്ചീവ്മെൻറ്റ്സും എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഈ ശാരീരികമായിട്ട് ഞാൻ ഈ കോവിഡിന് ശേഷം വളരെയേറെ വീക്കായിപ്പോയി. ഏകദേശം 15 കിലോ എൻ്റെ വെയിറ്റ് തന്നെ ലോസായി. അങ്ങനെ എനിക്കിപ്പോൾ യു എയിൽ തുടർന്ന് ജോലി ചെയ്യുവാനുള്ള ഒരു അവസ്ഥയിലല്ല. അപ്പം ഞാനിപ്പം വൈഫിനെയും മോനെയും കൂടെ കമ്പനി ഏൽപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ യു എയിലേക്ക് പോവുക. ഇവിടെ നമുക്ക് ചെറുകിട മേഖലയിൽ നല്ല ഗ്രോത്ത് ഉള്ളൊരു സ്ഥലമാണ് ചെറുകിട വ്യവസായങ്ങൾ. നമ്മൾ ലാർജ് സ്കെയിൽ തുടങ്ങരുത്. ഈവൻ സ്മോൾ തട്ടുകട, ദേ ആർ ഓൺലി സ്പെൻഡിങ് ഐ തിങ്ക് ഒരു 5,000 rupees ഉണ്ടെങ്കിൽ ഒരു തട്ടുകട ഓപ്പൺ ചെയ്യാം. പക്ഷെ നല്ലോണം മേഖലത്ത് ചെയ്യുവാണെങ്കിൽ, നല്ലോണം അവിടെ ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം വി ക്യാൻ ഏൺ 5,000. അപ്പം ഞാൻ ഓർക്കുന്നത് ഇങ്ങനത്തെ ചെറിയ സ്ഥാപനങ്ങളായിട്ട് ഒരു 5-8 സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ഇതിനെല്ലാം ഒന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിൽക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ എന്തായാലും വിഷിങ് ഓൾ ദ വെരി ബെസ്റ്റ്. എന്നെയും സാറിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനൊക്കെ വേണ്ടിയിട്ടും ഒത്തിരി ആശംസകൾ നേരുന്നു. എന്തായാലും നമ്മളുടെ കൂടെ ഇത്രയും നേരം ഇരുന്നതിന് താങ്ക് യു സോ മച്ച്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കാണാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് സെഗ്മെൻറ്റിലായിട്ട് ഒരുപാട് കളക്ഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് കേട്ടോ. സഭ അപ്പോൾ നമ്മളുടെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണോ ഇതൊക്കെ? അപ്പോൾ ഇത് എന്തൊക്കെയാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇത് 2 ഗ്രാമിൻ്റെ ചെയിനാണിത്. ഇപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു ബോൾ പോലത്തെ വരുന്ന ഒരു ടൈപ്പ് ഉണ്ട്,
പിന്നെ ഒരു പരസ്പര മോഡൽ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ബോൾ പോലെ വരണമുണ്ട്, ചെറിയ ബോള്. പിന്നെ ബോക്സ് ചെയിൻ എന്ന് പറയും, ഇതൊക്കെ 2 ഗ്രാം മോഡലാണ് നമുക്ക് വരണത്. ഇതാണ് കൂടുതൽ നമുക്ക്. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞത് ഏതാ? 2 ഗ്രാമിന്റെ. 2 ഗ്രാമിന്റെ. ഓക്കെ, ഈ ബോള് വരുന്നതിന് എത്രയാ? അതും 2 ഗ്രാം. 2 ഗ്രാം 110 മില്ലി ഉണ്ട് ഇത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പരസ്പരത്തിൻ്റെ അത് 2 ഗ്രാം 30 മില്ലി, ഇതെല്ലാം ആ ഒരു ഇത് വരണതാണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ആണ്. സോ ലൈറ്റ് വെയ്റ്റിൽ തന്നെ വരുന്ന ബ്രേസ്ലെറ്റ്സ് നമുക്ക് കാണാം. സോ ഇതാണ് നമ്മളുടെ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ചേച്ചി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അല്ലേ? 1 ഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അതെ, 1 ഗ്രാം 150, അങ്ങനെ 1 ഗ്രാം. ഇത് ഈ പരസ്പര മോഡൽ തന്നെ നമുക്ക് ചെയിൻ്റെ പോലെ തന്നെ ബ്രേസ്ലെറ്റും വരുന്നുണ്ട്. അത് 1 ഗ്രാം 40 മില്ലിയാണ് വരുന്നത്. അതിൻ്റെ വെയിറ്റ് കൂടിയ സൈസും ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്, നമുക്ക് കയ്യിലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയൊരു ഹാങ്ങിങ് വരുന്നത് പോലെ ഒരു ക്യൂട്ടായിട്ട് ചെറിയൊരു ബ്രേസ്ലെറ്റാണിത്. നല്ല രസമുണ്ട് അല്ലേ? സോ നമ്മളിപ്പോൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിലുള്ള നമ്മുടെ ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ചെറിയ മാലകളുടെയൊക്കെ കളക്ഷൻ കണ്ടല്ലേ? സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചുകൂടെ വലിയവർക്ക് ഇടാൻ പറ്റിയ രീതിയിലുള്ള ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൽ വരുന്ന നമ്മുടെ മാലകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. സോ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നതെന്ന് പറഞ്ഞാൽ 2 ഗ്രാമിൻ്റെ പാദസരമാണ്. അത് 2 ഗ്രാമിൻ്റെ വലിയവരുടെ പാദസരമാണ്, കുട്ടികളുടെ അല്ല, വലിയവരുടെ പാദസരമാണ്. ഇതിൻ്റെ അളവ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, എല്ലാം ഒരേ അളവാണ്. 2 ഗ്രാമാണ് ഈ കാണുന്നത് ഐറ്റം. 2 ഗ്രാമേ വരുന്നുള്ളൂ. 2 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്വർണ്ണവിലയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പലർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ പാദസരമൊക്കെ എടുക്കാൻ. അപ്പം 2 ഗ്രാമിൻ്റെ പാദസരം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 2 ഗ്രാം അരപ്പവൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അരപ്പവൻ്റെ ഉണ്ട്. ഈ കാണുന്ന അരപ്പവൻ്റെയാണ്. കണ്ടു കഴിഞ്ഞാൽ അരപ്പവനായിട്ട് തോന്നിയാൽ അതുപോലെ അത്യാവശ്യം നല്ല ബോക്സ് ചെയിനിൽ തന്നെ ബോൾ വരുന്ന ഐറ്റമാണ്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ക്യൂട്ട് ആയിട്ടുള്ള മോഡലാണ്. പിന്നെ അതല്ല ഫാൻസി മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാൻസി ആയിട്ടുള്ള മോഡൽസും ഉണ്ട്. ഫാൻസി ആയിട്ടുള്ള അതിൽ തന്നെ വൈറ്റ് ഗോൾഡൊക്കെ വരുന്ന നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. വൈറ്റ് ഗോൾഡും ഒക്കെ ആയിട്ട് ഇതൊരു ഹാർട്ടിൻ്റെയൊക്കെ വരുന്ന, അത് ഫാൻസി ആയിട്ടുള്ള ഹാർട്ട് വരുന്നതാണ്. പേരെന്താണ്? എൻ്റെ പേര് രേഖ. അജിത. ഓക്കെ, അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? അല്ല, ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ആദ്യം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയായിട്ടാണ് ഇവിടെ വന്നത്. അപ്പം കൂട്ടുകാരി പറഞ്ഞ സൈസിലുള്ള ഡിസൈൻ വള, അതുപോലെ തന്നെ കമ്മൽ നമ്മളൊരു റേറ്റിൽ ഉദ്ദേശിക്കുമല്ലോ. അപ്പോൾ ആ റേറ്റിൽ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അതിനുള്ളിൽ ഈ സാധനം ഇവിടെ എത്തിക്കുകയും നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു സ്വർണ്ണമാണ് ഞങ്ങൾക്കത് കിട്ടിയത്. അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. പിന്നെ ഇവിടുത്തെ ഇവരുടെ ഒരു പെരുമാറ്റം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഇനിയും വരണം, ഇനിയും ഞങ്ങൾ വരാം എന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ കൂട്ടുകാരത്തി പിന്നെയും ഒരു ദിവസം ഇവിടെ വന്നായിരുന്നു. ഇപ്പം ഞങ്ങൾ അംഗൻവാടി വർക്കേഴ്സാണ്, ഞങ്ങൾക്കൊരു പിന്നെ റിട്ടയർ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഹാപ്പി ഗോൾഡിൽ പോകാം, അവിടെ നല്ല സെലക്ഷൻ ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മുടേതായ ഒരു റേറ്റിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ആ റേറ്റിങ്ങിൽ ആ സെലക്ഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഇവർ സാധനങ്ങൾ ഇത്തിരി നേരം വെയിറ്റ് ചെയ്താൽ മതി, അത് എത്തിച്ചു തരും. അപ്പോൾ ആ ഒരു വിശ്വാസം, അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, എന്നാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും പർച്ചേസിങ്ങിന് ഒരുമിച്ച് വന്നതല്ലേ? എങ്ങനെയുണ്ട്? നമ്മുടെ ഇവിടുത്തെ ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും പരസ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്കിപ്പോൾ ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടാണെങ്കിലും വെയിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഒക്കെ കണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇപ്പോൾ അവിടെയോ എങ്ങനെയാണ് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല എല്ലാം ഇപ്പം ഞങ്ങൾ എടുത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് നന്നായിട്ട് ലോക്കറ്റൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് കൊടുക്കുമ്പോഴും അത് ആ കൊടുക്കുന്നവർക്ക് നല്ല സന്തോഷമാകും, ചെറുതാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു. ആൻഡ് ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളും ഈ ഒരു എപ്പിസോഡും ഒക്കെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സോ ഹാപ്പി ഗോൾഡ് ന്യൂ ഫാഷൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ പൂർത്തിയാവുന്നു. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. ബൈ. ഷിഫ അൽ ബബാദി മെഡിക്കൽ സർവീസസ് കമ്പനി, ജിദ്ദ, സൗദി അറേബ്യ. Your health is our ultimate concern. We are providing best medical care. Our departments: internal medicine, gynecology, pediatrics, dental, dermatology, general physician, ophthalmology, ENT, radiology and laboratory services. Shifa Al Bawadi Medical Services Company, near Al Turki Masjid, Makrona Street, Saudi Arabia. Log on to www.shifababadi.com.
പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. Ahalya, Kerala's largest EduHealth campus, offers various UG and PG courses. Ahalya, a place for quality learning. തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വാട്ടർ ആൻഡ് ലാൻഡ് റൈഡ്സ് ഉള്ള അമ്യൂസ്മെൻറ്റ് പാർക്കാണിത്. രാവിലെ 10 o'clock ഇത് ഇവിടെ ഓപ്പൺ ആകും, വൈകിട്ട് 6 മണി വരെ ഉണ്ട്. ഇപ്പോൾ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വാട്ടർ റൈഡ്സിലൊക്കെ കളിച്ച് ലാൻഡ് റൈഡ്സിലൊക്കെ കളിച്ച് 6 മണി വരെ വേറെ ഒന്നും അറിയണ്ട, ഹാപ്പി ആയിട്ട് അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഒരു ടീമുണ്ട്, അവരുടെ വിശേഷം എന്താണെന്ന് ചോദിച്ചറിയാൻ വരും. ഹായ്. ഹായ്. ഞങ്ങൾ നാവായിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്, തിരുവനന്തപുരം ജില്ല തന്നെ. ഒരു ഫാമിലിയാണോ? ഒരു ഫാമിലിയാണ്. എൻ്റെ ബ്രദറാണല്ലേ? പേര്? നീസ്. ഞാൻ ദുബൈയിലാണ്, വെക്കേഷൻ വന്നതാണ്. ഫാമിലി ആയിട്ട് ദുബായിലാണോ അതോ താങ്കൾ മാത്രം? ഞാൻ മാത്രമേ ഉള്ളൂ. അനസ്. ഞാൻ അവിടെ ഓൺ ബിസിനസ്സാണ്. ഇവിടെ നാട്ടിൽ തന്നെ? നാട്ടിലാണ്. മോട്ടോ കൺസെപ്റ്റ് കാർ ആക്സസറീസിൻ്റെ ഷോപ്പാണ്. പേര് ഫൗസിയ. പണക്കൊക്കെ മാറി. പേരെന്താ മോളുടെ? കൻസ. ഹലോ. പേടിച്ചിട്ടുള്ളേ. പേര് പറഞ്ഞു കൊടുക്കാം. നമുക്ക് വെള്ളത്തിൽ കളിക്കാം, അപ്പൊ പേടിക്കാനൊന്നുമില്ല. 5D മൂവി കാണാം, അതും സൂപ്പറാണ്. ഓക്കെ, ചിരിച്ചേ. പേരെന്താ? മുഹമ്മദ് ഹംദാൻ അനീസ്. ഹദിയ അനീസ്. ദിമ്മ ആണ്. ഒരു കുസൃതി ചോദ്യം ചോദിച്ചാലോ? ന്യൂസുകൾ ഒരുപാടുള്ള ഒരു സ്ഥലം അതേതാ? ന്യൂസിലാൻഡ്. കറക്റ്റ് ആണ്, പെട്ടെന്ന് കിട്ടി. ഞാൻ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, ഇനി ഫിലിംസ് ഒക്കെ കാണുമോ? എല്ലാ ഫിലിംസ് ഒക്കെ കാണും. ഓക്കെ, അപ്പോൾ ഫിലിമത്തെ ഒരു ഡയലോഗ് പറയാം. അത് ഏത് ഫിലിമിലെയാണെന്ന്. പഴയ ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? നമ്മുടെ മമ്മൂട്ടിയുടെ ഒക്കെ പഴയ ഫിലിംസ്, മോഹൻലാലിൻ്റെ ഒക്കെ പഴയ ഫിലിംസൊക്കെ. ഓക്കെ. നിന്നെ തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് പേടിയാണ്, മരിക്കാൻ നിനക്കും, പക്ഷേ ഇതിന് രണ്ടിനും മന്നാടിയാർക്ക് ഭയമില്ല. ലാസ്റ്റ് ഞാൻ അതുകൊണ്ട് ഹോൾഡ് ചെയ്തത്. അത് കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയാം. ഓക്കെ, ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും. നമുക്കൊരു ഗിഫ്റ്റ് വേണ്ടേ? അപ്പൊ പേടിയൊക്കെ മാറിയിട്ട് വാങ്ങിച്ചോടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഇന്നത്തെ ഹാപ്പി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ജംഗിൾ സഫാരി കഴിഞ്ഞിട്ടുള്ളൊരു റിയാക്ഷനാണ് നമ്മളിപ്പോൾ പിള്ളേരിലൊക്കെ കണ്ടത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കൊച്ചു പിള്ളേരായതുകൊണ്ട് ഒരു ചെറിയ പേടി അവർക്ക് തോന്നിയെന്നേ ഉള്ളൂ. ഇന്നത്തെ ഹാപ്പി ലാൻഡിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ. ദിസ് ഇസ് സുകന്യ ടോക്കിംഗ് ടു യു. ഗുഡ് ഡേ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. focus123@gmail.com എന്നതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഫോക്കസ് presented by Happy Land. Focus. Powered by Shifa Al Babadi Medical Company. Co-presents Ahalya School of Engineering and Technology. Co-powered by Club Travelage. This program is brought to you by V Decor Trading and Contracting Company.